ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ രണ്ടുപേരും കൂടി മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതിലൊരു പ്ലേസ് കാണുമ്പോൾ ജിൻഷിക്ക് ഒരുപാട് ഇഷ്ടമാകും. എന്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണല്ലേ ഇത്. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് വയസ്സായിരുന്നെങ്കിൽ നമുക്കും ഇതേപോലുള്ള ഒരു സ്ഥലത്തേക്ക് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം ജീവിക്കാനായിട്ട് പോവാമായിരുന്നു എന്നറിയും. അതെ, നമ്മുടെ ഈ ജീവിതം ഭയങ്കര റഷാണ്. ഇങ്ങനെയുള്ള ഒരു പ്ലേസിലേക്ക് പോയാൽ നമുക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാന്നും പറഞ്ഞ് ജിൻഷിനെ നോക്കുമ്പോഴേക്കും ജിൻഷി ആണെങ്കിലോ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ തന്നെ ബെഡിലേക്ക് കിടത്തി അവളുടെ തലയൊന്ന് തലോടി കൊടുത്ത് അതിനുശേഷം സിസ്റ്റം ഓഫ് ആക്കാനായിട്ട് പോകും. അതിലാണെങ്കിലോ ജിൻഷി ഈച്ചനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് ഒക്കെ ചൂസ് ചെയ്ത് ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് അതിനുശേഷം വീട്ടിലേക്ക് വന്ന് ഫ്രണ്ട്സുമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് എൻജോയ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ ഈച്ചൻ വല്ലാണ്ട് ഇമോഷണൽ ആകും. അങ്ങനെ ഇവരുടെ ഹാപ്പി മൂമെന്റ്സ് ഒക്കെ ഒന്ന് ആലോചിച്ചെടുക്കും. ഈച്ചനും ജിൻഷിയുടെ കൂടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ജീവിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ ജിൻഷി എപ്പോ മുതലാണോ ബിസിനസ് എന്നും പറഞ്ഞിറങ്ങിയത് അതിനുശേഷം ഇവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. ഇവരുടെ ഇടയിലുള്ള ഗ്യാപ്പും ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അതും കൂടി ഈച്ചനെ ആലോചിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. അങ്ങനെ ജിൻഷി മീറ്റിങ്ങിന് പോവാനായിട്ട് റെഡി ആയിട്ടൊക്കെ ഇറങ്ങി വരും. രണ്ടുപേരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. നീ എന്തായാലും ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യ്, എനിക്ക് അർജന്റ് മീറ്റിംഗ് ആണുള്ളത്, എന്തായാലും ഞാൻ പോയിട്ട് വരാന്നും പറഞ്ഞ് പുള്ളിക്കാരി ഈച്ചന്റെ അടുത്ത് ബായൊക്കെ പറഞ്ഞ് പുറത്തേക്ക് നടക്കും. എന്നാലും ജിൻഷിക്ക് ഈച്ചനെ വിട്ടു പിരിയാൻ മനസ്സിലാണ്ട് ഓടി വന്ന് ഹഗ് ചെയ്യും. അപ്പൊ തന്നെ ഈച്ചൻ ജിൻഷിനെ പയ്യെ തള്ളി മാറ്റും. എന്ത് പറ്റി ഈച്ചൻ, എന്താ നിനക്ക് പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. വേറൊന്നല്ല ജിൻഷി, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയും. എന്ത് ബ്രേക്കപ്പ് ചെയ്യാന്നോ? എന്താ നീ ജോക്ക് പറയുവാണോ? ഇപ്പോ കളി പറയാനായിട്ടുള്ള ടൈമൊന്നും അല്ല. നീ എന്തായാലും ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് വരാന്ന് പറയും. ഇല്ല ജിൻഷി, ഞാൻ ഉറപ്പിച്ചു പറയുവാണ്, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയും. ഇത് കേട്ട് ജിൻഷി ആകെ ഷോക്കായിട്ടിരിക്കും. അതിനിടയ്ക്കാണ് ഇവള് വിളിച്ച ടാക്സി ഡ്രൈവർ വിളിക്കുന്നത്. എത്ര നേരമായി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, ഒന്ന് വരാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എല്ലാ ദേഷ്യവും കൂടി ജിൻഷി അങ്ങനെ അയാളുടെ മേത്ത് തീർക്കും. നിങ്ങളോട് വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്, കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കും, എക്സ്ട്രാ ക്യാഷ് ഞാൻ തന്നേക്കാന്നും പറഞ്ഞ് കോളും കട്ട് ചെയ്ത് ഈച്ചനെ ഒന്ന് നോക്കും. ഈച്ചൻ, നിനക്ക് ഞാൻ ഒരു ചാൻസും കൂടി തരുവാണ്, ഇന്ന ഈ റിങ് നീ എന്റെ കൈകളിലേക്ക് ഒന്നും കൂടി ഇട്ടതാന്നും പറഞ്ഞ് നീട്ടും. ആ റിങ് കണ്ടിട്ടും ഈച്ചനൊന്നും മിണ്ടുന്നില്ല, ആകെ സൈലന്റ് ആയിട്ട് നിൽക്കുവാണ്. ഏകദേശം കാര്യം ജിൻഷിക്ക് മനസ്സിലാകും. അങ്ങനെ തന്നെ റിങ് അവിടെയുള്ള ടേബിളിൽ വെച്ച് പുറത്തേക്ക് നടന്നു പോകും. പിന്നെ എന്താണ്, ഒരു വശത്തിരുന്ന് ഈച്ചൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, മറുവശത്താണെങ്കിലോ നമ്മുടെ ജിൻഷി വല്ലാണ്ട് ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കും. അതേ ടൈം ഞാനാണെങ്കിലോ ഇത്രയും നേരമായിട്ടും ജിൻഷി ഇങ്ങോട്ടേക്ക് എത്തിയില്ലല്ലോ എന്നും പറഞ്ഞ് ജിൻഷിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതേ ടൈം ജിൻഷിയും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും. കാർ നിർത്തുമ്പോൾ തന്നെ എനിക്കൊരു 5 മിനിറ്റ്, അതിനുള്ളിൽ തന്നെ ഞാൻ പുറത്തേക്ക് പോയിക്കോളാം, എന്റെ മേക്കപ്പ് ഒന്ന് ടച്ച് ചെയ്യണമെന്നറിയും. ആക്ച്വലി പുള്ളിക്കാരി കരഞ്ഞ കരച്ചില് മേക്കപ്പ് എല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കാണുന്ന ടാക്സി ഡ്രൈവറും, മോളെ ഇന്ന് നീ എന്തിനെ കുറിച്ച് ആലോചിച്ചാണോ ഇത്രയും കരയുന്നത്, ആ ഒരു കാര്യത്തിനെ പറ്റി നീ ഫ്യൂച്ചറിൽ ചിന്തിക്കും. അപ്പോ അന്ന് കരഞ്ഞത് നന്നായി എന്ന് നിനക്ക് തന്നെ തോന്നും. ഇനിയെങ്കിലും നീ പ്രസന്റിനെ കുറിച്ച് ആലോചിക്കാണ്ട് നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകണം, അതാണ് നിന്റെ ലൈഫിനും നല്ലതെന്നും പറഞ്ഞ് ഒരു നല്ല അഡ്വൈസ് ഒക്കെ കൊടുക്കും. അതേ ടൈം അകത്ത് സ്പീച്ച് തുടങ്ങാനായിട്ട് പോവാണ്. കറക്റ്റ് ടൈമിന് തന്നെ നമ്മുടെ ജിൻഷിയും അങ്ങനെ അകത്തേക്ക് കയറി വരും. അതേ ടൈം ഈച്ചനും ജിൻഷിയുടെ വീട്ടിലുള്ള അവന്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യും. കൂടെ തന്നെ ആ റിങ്ങും എടുത്ത് വെക്കും. പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം, അങ്ങനെ തന്നെ എല്ലാ സാധനങ്ങളുമായിട്ട് ഈച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതേ ടൈം പാർട്ടിയിലും സ്പീച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ലഞ്ച് കഴിക്കാനായിട്ട് ഇരിക്കും. ജിൻഷി ആണെങ്കിലോ ഫോണും കൈയുമായിട്ട് ഇരിക്കുവാണ്. ഈച്ചനെ കുറിച്ച് ആലോചിച്ച് അവന്റെ മെസ്സേജ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മുടെ ഞാൻ ഒരു ഇൻവെസ്റ്ററുമായിട്ട് ജിൻഷിയുടെ അടുത്തേക്ക് വരും. ജിൻഷി ഇത് നമ്മുടെ പുതിയ ഇൻവെസ്റ്റർ ആണെന്നും പറഞ്ഞ് പുള്ളിനെ പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഇവര് സംസാരിക്കുന്നതെല്ലാം സിഡ്നി കാണും. അങ്ങനെ ഇവരുടെ അടുത്തേക്ക് വന്ന് ജിൻഷിനെ പറ്റി നല്ല രീതിക്ക് പൊക്കിയടിക്കും. ആ ടൈമിനാണ് ജിൻഷിക്ക് പെട്ടെന്നൊരു മെസ്സേജ് വരുന്നത്. അതെടുത്ത് നോക്കുമ്പോൾ പുള്ളിക്കാരിയാണെങ്കിലോ അതൊരു ചാൻസ് ആയിട്ട് യൂസ് ചെയ്ത് ജിൻഷിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് തന്നെ, ജിൻഷി നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് ചോദിക്കാം. പിന്നെ ജിൻഷി ഒരു കാര്യം കൂടി ഉണ്ട്, ബിസിനസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കാൻ പാടില്ല, ഇതേപോലെ നിന്ന് ഫോണൊന്നും നോക്കുന്നത് അത്രയ്ക്ക് ശരിയല്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഞാനിന് ഏകദേശം കാര്യം പിടികിട്ടും. ആ ജിൻഷി, നിനക്ക് ഇദ്ദേഹത്തിന്റെ നമ്പർ വേണ്ടേ, ഇദ്ദേഹം നല്ല ആളാണ്, നീ ചോദിച്ചോ, നിനക്ക് നമ്പർ തരുമെന്നും പറഞ്ഞ് ആ ടോപ്പിക് അങ്ങനെ തന്നെ ഞാൻ ചേഞ്ച് ചെയ്ത് വിടും. അങ്ങനെ ജിൻഷിയും മിസ്റ്റർ ചെന്നിന്റെ നമ്പറൊക്കെ വാങ്ങും. അതിനുശേഷം ലഞ്ച് കഴിക്കാനായിട്ടിരിക്കും. ജിൻഷിക്കാണെങ്കിലോ ഫുഡ് ഇറങ്ങുന്നതേ ഇല്ല. ഇതാണെങ്കിലോ
നമ്മുടെ ഞാൻ നോട്ട് ചെയ്യും. അപ്പൊ തന്നെ സിഡ്നി, ഈ ലഞ്ച് കഴിച്ചതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തേക്ക് പോകാം, നമുക്ക് സംസാരിച്ച് ഒന്നും കൂടി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആക്കാന്ന് പറയും. ഞാനാണെങ്കിലോ ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ തന്നെ സിഡ്നി, മിസ്റ്റർ ചെൻ, നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ഞാൻ ചോദിക്കും. എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇത്തിരിയും കൂടി സ്ട്രോങ് ആക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തു പോകാം. ജിൻഷി, നീയും കൂടി വാന്ന് പറയും. ജിൻഷി ആണെങ്കിലോ, ഇല്ല, എനിക്ക് വർക്കുണ്ട്, എനിക്കത് ആദ്യം തീർക്കണോന്ന് പറയും. അതെന്താ ജിൻഷി നീ അങ്ങനെ പറയുന്നത്? ആദ്യം നീ എംപ്ലോയി ആയിരുന്നു, അതുകൊണ്ട് തന്നെ നിന്റെ വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തു തീർക്കണം. പക്ഷെ നീ ഇപ്പോ ബോസാണ്, ഇങ്ങനെയുള്ള ചെറിയ മീറ്റിങ്ങിലൊക്കെ വന്നാലേ നിനക്ക് കൂടുതൽ കൂടുതൽ അറിവുകളൊക്കെ കിട്ടുള്ളൂ, അതേപോലെ ക്ലയൻസിനെയും കിട്ടുള്ളൂ എന്ന് പറയും. അപ്പൊ തന്നെ ജിൻഷി ആണെങ്കിലോ, ഞാൻ എന്റെ വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ അങ്ങോട്ടേക്ക് പോകണ്ട, ഇങ്ങോട്ടേക്ക് തന്നെ എനിക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുമെന്ന് പറയും. അതും ഇത്തിരി റൂഡായിട്ടാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോ തന്നെ മിസ്റ്റർ ചെന്നാണെങ്കിലോ, അപ്പൊ ശരി, പിന്നെ കാണാന്നും പറഞ്ഞ് പയ്യെ എണീറ്റ് പോകും. അപ്പൊ തന്നെ ഞാനും, ജിൻഷി നീ ഒന്ന് പുറത്തേക്ക് വാ, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി പുറത്തേക്ക് വന്ന് നിൽക്കുവാണ്. നിനക്ക് എന്താ പറ്റിയത്? നീ ഇന്ന് മുഴുവനും അപ്സെറ്റ് ആണല്ലോ എന്ന് ചോദിക്കും. ഏയ് ഒന്നുമില്ലാന്ന് പറയും. അപ്പൊ തന്നെ ഞാൻ വീണ്ടും, നീ ഇൻവിറ്റേഷൻ വാങ്ങാനായിട്ട് എന്റെ അടുത്ത് എന്തോരം സംസാരിച്ചു, ആ ഒരു ഇൻട്രസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം നിന്റെ അടുത്ത് നിന്നും കണ്ടില്ല, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കും. മേ ബി ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല, ചിലപ്പോ അതുകൊണ്ടായിരിക്കും എന്ന് പറയും. ജിൻഷിയുടെ ഫേസ് ആകെ ഡള്ളായിട്ട് ഇരിക്കുവാണല്ലോ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് ഞാൻ ചോദിക്കും. ഇവളാണെങ്കിലും ഒന്നും പറയുന്നില്ല, എല്ലാ പ്രോബ്ലവും ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞ് വീണ്ടും അപ്സെറ്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അവളുടെ കൈകളിലേക്ക് നോക്കുന്നത്. അവളുടെ വിരൽ കിടന്ന റിങ് ഇല്ല. ഇത് കാണുമ്പോ തന്നെ ഞാനിന് കാര്യം പിടികിട്ടും. എന്തായാലും എന്ത് നടന്നാലും നീ സ്ട്രോങ് ആയിട്ടിരിക്കുക, നിന്റെ പ്രോബ്ലംസ് എല്ലാം നീ തന്നെ തീർക്കാൻ നോക്ക്, എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണമെന്നും പറഞ്ഞ് ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് ഞാൻ അങ്ങനെ അകത്തേക്ക് കയറി പോകും. നേരെ സിഡ്നിയുടെ അടുത്തേക്ക് ചെന്ന്, ഇന്ന് നീ അവളുടെ അടുത്ത് അങ്ങനെയൊന്നും പറയേണ്ടിയില്ലായിരുന്നു എന്ന് പറയും. ഏയ് അങ്ങനെയല്ല, അവൾ എന്റെ എംപ്ലോയി ആയിരുന്നില്ലേ, അറിയാൻ പാടില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയും. ഓ അങ്ങനെയാണോ, ഇനി മുതൽ നീ അവൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണ്ട, എന്താണെങ്കിലും ഞാൻ അവൾക്ക് ടീച്ച് ചെയ്തോളാന്ന് പറഞ്ഞ് പയ്യെ ജിൻഷിനെ തിരിഞ്ഞു നോക്കും. ജിൻഷി ആണെങ്കിലോ, എവിടെയാണ് ഞാൻ എന്റെ കൂടെ സംസാരിച്ചു നിന്നത്, അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകും. നമ്മുടെ ജിൻഷിയും ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആ ടൈമിന് ഞാൻ അങ്ങോട്ടേക്ക് വന്ന് കാറിലേക്ക് കയറി ഇരിക്കാനായിട്ട് പറയും. വേണ്ട, ഞാൻ ടാക്സി വിളിച്ചിട്ടുണ്ട്, ടാക്സിയിൽ കയറി പോയിക്കോളാന്ന് പറയും. ജിൻഷി നീ ഒരു കാര്യം മനസ്സിലാക്കണം, ടൈം ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കില്ല, അതുകൊണ്ട് തന്നെ കാറിലേക്ക് കയറി ഇരിക്കാനായിട്ട് പറയും. അങ്ങനെ ജിൻഷിയും കാറിലേക്ക് കയറിയിരിക്കും. സോറി, ഇന്ന് ഞാൻ ഇത്തിരി അപ്സെറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തെന്ന് പറയും. ആ ഇനി മുതൽ അങ്ങനെ നടക്കാണ്ട് നോക്കിയാൽ മതി, എന്തായാലും ഇനി ഒരു ഫംഗ്ഷന് വരുമ്പോ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല രീതിക്ക് വന്നാൽ മതി എന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് അങ്ങനെ ജിൻഷിയും അവളുടെ വീട്ടിലേക്ക് ചെല്ലും. ഈച്ചൻ അവന്റെ എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വല്ലാണ്ട് അപ്സെറ്റ് ആകും. ഏത് മൂലക്ക് നോക്കിയാലും രണ്ടുപേരും കൂടി ഹാപ്പി ആയിട്ടിരുന്ന ഓരോ മൊമെന്റ്സുമാണ് അവളുടെ മനസ്സിലേക്ക് വരുന്നത്. ഇനി ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാണ്ട് ജിൻസി നേരെ ഈച്ചന്റെ വീട്ടിലേക്ക് ചെല്ലും. കതവില് തട്ടാണ്ട് അവൻ കോള് ചെയ്യും. ഈച്ചൻ കുറച്ചു നേരം കോള് വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ കോൾ എടുക്കും. അപ്പൊ തന്നെ ജിൻസിയും വാതിൽ തുറക്കാനായിട്ട് പറയും. അങ്ങനെ ഈച്ചൻ വന്ന് വാതിൽ തുറക്കും. ഇവളാണെങ്കിലും ഭയങ്കര അപ്സെറ്റ് ആയിട്ട്, ദേ നോക്കി ഈച്ചൻ, നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻവെസ്റ്റർ സീലും ചെയ്ത് സൈനും ചെയ്ത് തന്നു, പിന്നെ ദേ പാതി എമൗണ്ട് കൂടി ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്പനി വളരുമെന്ന് പറയും. ഈച്ചനാണെങ്കിലും ജിൻസിനെ ഒന്ന് നോക്കിയിട്ട്, ജിൻസി കൺഗ്രാറ്റ്സ് എന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോൾ ജിൻസി ആണെങ്കിലും ഭയങ്കര അപ്സെറ്റ് ആയിട്ട് ഉടനെ തന്നെ അകത്തേക്ക് കയറി ചെന്ന് ബാത്റൂം, കബോർഡ്, ബെഡ്റൂം എന്നും പറഞ്ഞ് എല്ലാ സ്ഥലത്തും കയറി നോക്കി. അതുമല്ലാണ്ട് സോഫ സെറ്റൊക്കെ വലിച്ചിടും. അവസാനം ഇവര് തമ്മിലെടുത്ത ഒരു ഫോട്ടോ കാണുമ്പോഴാണ് ഒന്ന് സൈലന്റ് ആവുന്നത്. അപ്പൊ തന്നെ ഈച്ചനും, വേറെ പെൺകുട്ടിയൊന്നും ഇവിടെ ഇല്ല ജിൻസി, എന്റെ ലൈഫിൽ നീ മാത്രമേ ഉള്ളൂ, നിന്നെ മാത്രമേ ഞാൻ ലവ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിൻസി ഭയങ്കര അപ്സെറ്റ് ആയിട്ടിരുന്ന് കരയാനായിട്ട് തുടങ്ങും. ജിൻസി കരയല്ലേ എന്നും പറഞ്ഞ് ഈച്ചൻ ചെന്ന് ഹഗ് ചെയ്യാനായിട്ട് പോകും. അപ്പൊ തന്നെ ജിൻസി തള്ളി മാറ്റി, ഇപ്പൊ ഞാൻ നിന്റെ ഗേൾഫ്രണ്ട് അല്ലല്ലോ, പിന്നെ എന്തിനാ നീ എന്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് ഞാൻ ചോദിക്കും. അപ്പൊ തന്നെ ഈച്ചൻ ചെന്ന് ഹഗ് ചെയ്ത്, നീ കരയില്ലേ എന്ന് പറയും. ഈച്ച, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിന്റെ അടുത്ത് ഞാൻ വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ, നമ്മുടെ കമ്പനി എത്രയും പെട്ടെന്ന് തന്നെ സക്സസ് ആകും, അതുവരെ നിനക്കൊന്നും വെയിറ്റ് ചെയ്തൂടെ എന്ന് ചോദിക്കും. ഇല്ല ജിൻസി, നിനക്ക് ആവശ്യമുള്ളപ്പോ നിന്റെ കൂടെ നിൽക്കാനും ആവശ്യമില്ലാത്തപ്പോ മാറി നിൽക്കാനും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയും. സോറി ഈച്ചൻ, എന്നോട് ക്ഷമിക്ക്, ഞാൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഈച്ചൻ തള്ളി മാറ്റി, ഇല്ല ജിൻസി ശരിയാവില്ല, നിനക്ക് ഓരോ ദിവസം കൂടുന്തോറും ഓരോ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണെന്ന് പറയും. എനിക്ക് നിന്റെ അടുത്ത് നിന്നും ഒന്നും വേണ്ട, അതെന്റെ ജോബും ഇതെന്റെ പേഴ്സണലും അല്ലേ എന്ന് ചോദിക്കും. ഇല്ല ജിൻസി, ഇതൊരിക്കലും ശരിയാവുമെന്ന് തോന്നുന്നില്ല, എനിക്ക്
എനിക്കിങ്ങനെ നോക്കിക്കൊണ്ട് മാത്രം ഇരിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ നീ എന്റെ അടുത്ത് സോറി ഒന്നും പറയണ്ട, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ വഴികൾ രണ്ടാണ്. നിനക്ക് ഒരുപാട് എയിമുണ്ട്, നിനക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, നീ ആ വഴിയാണ് പോകുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, എനിക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ലൈഫാണ് വേണ്ടത്. സ്ട്രഗിൾ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. പിന്നെ നീ എനിക്ക് വേണ്ടി ചെയ്തു വെച്ച പ്രപ്പോസൽ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എനിക്കിനി ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. നിനക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതിലെല്ലാം നീ സക്സസ്ഫുൾ ആവണം. നിന്റെ ലൈഫിൽ നീ ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മൾ ഒരിക്കലും സെറ്റ് ആവില്ല, നമുക്ക് ഒരുമിച്ച് ഒരു ഹാപ്പി ലൈഫും ഉണ്ടാവില്ല. അതെനിക്ക് മനസ്സിലായി. നീ എന്തായാലും ഇവിടെ നിന്ന് പോകണമെന്നും പറഞ്ഞ് ഈച്ചൻ പയ്യെ അവളുടെ കൈവിട്ട് മാറി ഇങ്ങനെ നിൽക്കും. ഇത് കണ്ട് ജിങ്ഷിയും വല്ലാത്ത സങ്കടത്തില് പുറത്തേക്ക് നടന്നു പോകും. ഇവരുടെ ബ്രേക്കപ്പില് ഈച്ചനും വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ട്. ഇവര് എടുത്തു വെച്ച ആ ഒരു ഫോട്ടോയും പിന്നെ ഇവൾക്ക് പ്രപ്പോസ് ചെയ്ത റിങ്ങും, അവസാനം ഇവര് ഒരുമിച്ച് ഒരു പ്രോഗ്രാമിന് പോയില്ലേ, ആ 2 ടിക്കറ്റും കൂടി എടുത്ത് ഒരു ഡ്രോയറിൽ വെച്ച് ഈച്ചൻ അത് ക്ലോസ് ചെയ്ത് വെക്കും. അതേ ടൈം യാനിനെ കാണിക്കാണ്. ഇന്ന് എന്താണെന്നറിയില്ല, ഒരുപാട് സീ ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെക്കും. ഇത് കണ്ടുകൊണ്ടാണ് ഈസോയോ അകത്തേക്ക് കയറി വരുന്നത്. എന്താടാ ഇന്ന് നീ എക്സ്ട്രാ ഹാപ്പി ആണല്ലോ, ജിങ്ഷി മാരേജിന് സമ്മതിച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയല്ലടാ, ഇന്ന് അവൾക്ക് ബ്രേക്കപ്പ് ആയി എന്ന് പറയും. എന്ത്, ജിങ്ഷിക്ക് ബ്രേക്കപ്പ് ആയോ? അപ്പൊ നീ അവളെ കംഫർട്ട് ചെയ്യണ്ടേ, അല്ലാണ്ട് ഇങ്ങനെ അർജന്റ് ആയിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ അവൾ ഇത്തിരി സങ്കടത്തിലായിരിക്കും. അപ്പൊ നീ അവളുടെ അടുത്ത് ചെന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കണം. അങ്ങനെ സമാധാനിപ്പിച്ച് അവളെ നിന്റെ അടുത്തേക്ക് തന്നെ വന്നോളും. അങ്ങനെ നിനക്ക് അവളെ അടിച്ചെടുക്കാടാന്നറിയും. എന്തായാലും ശരി, നീ എന്തായാലും ഇതൊക്കെ കഴിച്ചിട്ട് പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോയിക്കോ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ലിന്നി വിളിച്ച പ്രകാരം ഒരു ബാറിലേക്ക് പോകും. അവിടെ തന്നെയാണ് നമ്മുടെ ജിങ്സിയും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജിങ്സിനെ ഞാൻ കണ്ട് ഇവളെന്താ ഇവിടെ ചെയ്യുന്നെന്നുള്ള രീതിയിൽ ഒരു സീറ്റ് വിട്ട് അടുത്ത സീറ്റിൽ ചെന്നിരുന്ന് ജിങ്സിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. ഇവളാണെങ്കിലും ഭയങ്കര ശോകത്തിൽ പാട്ടൊക്കെ പാടി കുടിച്ചോണ്ടിരിക്കാണ്. അതിങ്ങനെ ഞാനും എത്തി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ലിങ് ഇവരുടെ ഇടയിലേക്ക് കയറി വരുന്നത്. ഇവന്റെ ഈ എത്തി നോട്ടം കാണുമ്പോ പുള്ളിക്കാരനൊന്ന് തിരിഞ്ഞു നോക്കും. ഓ ജിൻസിയോ, 1 മണിക്കൂറിന് മുകളിലായി പാട്ടും പാടി കുടിച്ചോണ്ടിരിക്കുന്നു. എന്തായാലും അതൊക്കെ വിട്, ഞാൻ നിന്റെ അടുത്ത് ഡിസൈൻസിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്നും പറഞ്ഞ് സംസാരിക്കാനായിട്ട് പോകും. അതേ ടൈം ജിൻസി ആണെങ്കിലും പാട്ടും പാടി ഭയങ്കരമായിട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് തലയും കുത്തി നിലത്തേക്ക് വീഴും. എന്നിട്ട് പുള്ളിക്കാരി തന്നെ തപ്പിയും തടഞ്ഞും ചാടി എഴുന്നേൽക്കും. എനിക്കൊരു പ്രോബ്ലം ഇല്ല, നിങ്ങളെല്ലാരും നിങ്ങളുടെ കാര്യം നോക്കിക്കോ, ഞാൻ ഹാപ്പിയാണെന്നും പറഞ്ഞ് വീണ്ടും പാട്ടും പാടി ഡാൻസ് ചെയ്യും. അങ്ങനെ വീണ്ടും വീഴാനായിട്ട് പോകുമ്പോ കറക്റ്റ് ആയിട്ട് ഞാൻ വന്ന് ഇവളെ ക്യാച്ച് ചെയ്യും. ഹലോ മിസ്റ്റർ യാൻ, നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങൾ കാണാനായിട്ട് സൂപ്പർ ആയിട്ടുണ്ട്, വാ വന്നിരിക്ക്, നമുക്ക് ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യാന്ന് പറയും. ജിങ്ഷി, ഇപ്പൊ തന്നെ നീ ഓവറായിട്ട് കുടിച്ചു, ഇനി നീ കുടിക്കണ്ടെന്നും പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കും. ജിങ്ഷി ആണെങ്കിലോ ഒരു വിധത്തില് സമ്മതിക്കുന്നില്ല. എന്നെ വിട്, ഞാൻ ഈ കണ്ടീഷനിൽ സ്വിം വരെ ചെയ്യും, എന്നിട്ടാണോ വാ നമുക്ക് ഒരുമിച്ച് അകത്ത് പോയിരുന്ന് കുടിക്കാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചോണ്ടിരിക്കും. നീ ഇനി കുടിക്കണ്ട, നീ ഇത്തിരി ഓവറായി എന്നും പറഞ്ഞ് ഞാനാണെങ്കിലോ നിർബന്ധിച്ച് കാറിലേക്ക് കയറ്റിയെടുത്തും. ലിങ്ങും ഇവളുടെ കോട്ടുമായിട്ട് കാറിലേക്ക് വന്ന് കയറും. അങ്ങനെ ഇവരിങ്ങനെ പോവാണ്. ജിങ്ഷി ആണെങ്കിലോ കാറിന്റെ ഒരു മൂലക്ക് പാവത്തിനെ പോലെ ഇരിക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും പുള്ളിക്കാരിയുടെ പൊസിഷൻ ഒക്കെ ചേഞ്ച് ആകും. അവളിങ്ങനെ ആടി ഒളിഞ്ഞു വരും. ഇത് കാണുമ്പോ ഞാനാണെങ്കിലോ എന്തായാലും എന്റെ ഷോൾഡറിലേക്ക് ഇവള് ചാഞ്ഞ് കിടന്നോട്ടെ എന്ന് പറഞ്ഞ് നീങ്ങി കൊടുക്കും. പിന്നെ ഇപ്പോ ഒരു പ്രോബ്ലം ഉണ്ട്, ജിങ്ഷിയുടെ വീട് എവിടെയാണെന്ന് ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ലിങ്ങിന്റെ അടുത്ത് യുഷിക്ക് കോൾ ചെയ്ത് അഡ്രസ്സ് ചോദിക്കാനായിട്ട് പറയും. അതേ ടൈം ജിങ്ഷി ആണെങ്കിലോ വോമിറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ടായും. അതിനുശേഷം പയ്യെ ബാക്കിലോട്ട് ചാരും. കറക്റ്റ് ആയിട്ട് നമ്മുടെ ഞാൻ വന്ന് പിടിക്കും. അതേ ടൈം ലിങ് യുഷിക്ക് കോൾ ചെയ്തോണ്ടിരിക്കാണ്. പക്ഷെ അവള് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ തന്നെ ഞാനും എന്തായാലും വീണ്ടും കോൾ ചെയ്തോണ്ടിരിക്കുന്നും പറഞ്ഞ് അവന്റെ കോട്ടഴിച്ച് ജിങ്ഷിയുടെ തലക്കും ഭാഗത്ത് വെച്ചു കൊടുക്കും. എത്രയൊക്കെ കോൾ ചെയ്തിട്ടും യുഷി ആണെങ്കിലോ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ തന്നെ ഞാൻ ജിങ്ഷിക്ക് വേറൊരു ഫ്രണ്ടും കൂടി ഇല്ലേ, അവളെയും കൂടി ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുന്നു പറയും. അവളാണെങ്കിലും നമ്മുടെ ലിങ്ങിനെ ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കുവാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് കമന്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ പുള്ളിക്കാരൻ ഒന്നും നോക്കിയില്ല, ലൈവിലേക്ക് അങ്ങോട്ട് കയറി ജിങ്ഷിയുടെ കാര്യം പറയും. ആ ടൈമിന് ജിങ്ഷി ആണെങ്കിലും ഞെളിഞ്ഞു പിരിഞ്ഞ് അവസാനം നമ്മുടെ യാനിന്റെ മടിയിലേക്ക് തന്നെ ചാഞ്ഞു കിടക്കും. പെട്ടെന്ന് തന്നെ ലിങ് അഡ്രസ്സ് കിട്ടിയെന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കും. അപ്പൊ തന്നെ ഞാനും നീ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നറിയും. ഓക്കെ, ഞാനിനി തിരിയില്ല എന്നും പറഞ്ഞ് അഡ്രസ്സ് പയ്യെ അസിസ്റ്റന്റിനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ യാനാണെങ്കിലോ അവന്റെ കോട്ടഴിച്ച് അവൾക്ക് ഇങ്ങനെ പുതപ്പിച്ചു കൊടുക്കും. ജിങ്ഷി അങ്ങനെ തന്നെ അത് തലവഴി മൂടി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. പക്ഷെ അത് കുറച്ചു നേരം മാത്രമേ ഉള്ളൂ. വീണ്ടും കഴിഞ്ഞിട്ട് നമ്മുടെ യാന്റെ ഷോൾഡറിലേക്ക് ചാഞ്ഞു കിടക്കും. ഞാനാണെങ്കിലോ അവളെ തള്ളി മാറ്റാനോ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. അവൾ കംഫർട്ടബിൾ ആയിട്ട് കിടന്നോട്ടെ എന്നുള്ള രീതിയിൽ അവനും അവിടെ തന്നെ ഇരിക്കും. ഇതെല്ലാം നമ്മുടെ ലിങ്ങും ആ ഒരു മിററിലൂടെ കാണുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ജിങ്ഷിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിലോ ജിങ്ഷിനെയും പൊക്കിയെടുത്ത് അവിടെയുള്ള സോഫയുമേക്ക് എടുത്തും. എന്തായാലും ഇവിടെ സേഫ് ആയിട്ട് കിടത്തെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോവാനായിട്ട് നിൽക്കുമ്പോ ജിങ്ഷി ആണെങ്കിലോ അവന്റെ കാലിൽ കെട്ടി വീണ് എനിക്ക് മാത്രം
മാത്രം എന്താണ് ഒരു കാര്യവും മര്യാദക്ക് നടക്കാത്തെന്നും പറഞ്ഞ് പയ്യെ വോമിറ്റ് ചെയ്യാനായിട്ട് വരെ പോകും. അപ്പൊ തന്നെ ഞാനും എന്തായാലും നീ പോയിട്ട് കുറച്ച് ഹണി വാങ്ങിച്ചോണ്ട് വാന്ന് പറയും. അങ്ങനെ ഫ്രണ്ടും അവിടെ നിന്ന് പോവാനായിട്ട് നിൽക്കുമ്പോ ലിങ്ങാണെങ്കിലും നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങനെ പുറത്തേക്ക് പോകും. ജിങ്സി ആണെങ്കിലോ യാനിന്റെ കാല് വിടുന്നേ ഇല്ല. അവസാനം പുള്ളിക്കാരൻ അവിടെ തന്നെ കുത്തിയിരിക്കും. വീണ്ടും ജിങ്സി ഉറക്കത്തില് എനിക്ക് വെള്ളം വേണം എന്ന് ഇങ്ങനെ പറയും. അപ്പൊ തന്നെ പാവല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ജിങ്സീനെ ലൈറ്റ് ആയിട്ട് പൊക്കി അവളുടെ വായിൽ ഒഴിച്ചു കൊടുക്കും. പെട്ടെന്ന് ജിങ്സിക്ക് ചുമ വരും. അങ്ങനെ ടിഷ്യൂ എടുക്കാനായിട്ട് തിരിയുമ്പോ ജിങ്സി ആണെങ്കിലോ യാനിന്റെ കാല് വിടുന്നേ ഇല്ല. പോവല്ലേ എന്നെ വിട്ട് പോവല്ലേ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. ഇല്ല പോകുന്നില്ല എന്നും പറഞ്ഞ് ഒരു കണക്കിന് ഞാൻ ഏന്തി വലിഞ്ഞ ടിഷ്യൂ ഒക്കെ എടുത്ത് ജിങ്സിയുടെ വായൊക്കെ തുടച്ചു കൊടുക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ജിങ്സി എനിക്ക് തണുക്കുന്നു എന്നും പറഞ്ഞ് തെറുപിടുത്തോണ്ടിരിക്കും. ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് നോക്കുമ്പോ ഇവന്റെ കോട്ട് അവിടെ കുറച്ച് ദൂരം ഒരു ചേറിൽ കിടപ്പുണ്ട്. ഇതെടുക്കണമല്ലോ, എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഏന്തി വലിഞ്ഞിട്ട് ഇവളാണെങ്കിൽ കാട്ടിൽ വിടുന്നേ ഇല്ല. അവസാനം ഒരു കൊട കണ്ട് അതെടുത്ത് അതുകൊണ്ട് ഏന്തി ഇങ്ങനെ വലിച്ചു എടുത്തോണ്ടിരിക്കും. ഇവനിങ്ങനെ ഏന്തി വലിഞ്ഞു വരികയാണല്ലോ. അതിനിടയിൽ ജിങ്സി ആണെങ്കിലും ഉരുണ്ട് നിലത്തേക്ക് വീഴും. ഇതാണെങ്കിലോ നമ്മുടെ ഞാൻ അറിയുന്നേ ഇല്ല. ഇവൻ കൊട കൊണ്ട് ആ കോട്ട് എടുക്കാനായിട്ട് പോകുമ്പോ അതാണെങ്കിലോ തെന്നിമാറി നിലത്തും വീഴും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. ആദ്യത്തെ കുറച്ച് ഭാഗം ഇത്തിരി ശോകമായിരുന്നെങ്കിലും ലാസ്റ്റ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നല്ല കോമഡി ആയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനി ഇവരുടെ ലവ് എങ്ങനെയായിരിക്കും, കോമഡി ആയിരിക്കും, എന്തായാലും വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.